എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ അവളാണെങ്കിൽ ഇപ്പൊ അവളുടെ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് സ്റ്റൈലായിട്ട് ഡോറ് തുറന്ന് അകത്തേക്ക് വരും. ആരോ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട ആ ബീസ്റ്റ് അതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ റിങ്ങിനുള്ളിലേക്ക് പോയി ഒളിച്ചിരിക്കും. നോക്കിയാണെങ്കിൽ ആവരിയെ പഴയ വേഷത്തിൽ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ആവരി, നിനക്ക് എന്താ പറ്റിയേ? നീ പഴയതുപോലെ ആയോ? അതിനവളാണെങ്കിൽ തല താഴ്ത്തി ഹീറോട് പറയും, ഇല്ല, ഞാൻ പഴയതുപോലെ ആയിട്ടില്ല. ഞാൻ ഈ ഡ്രസ്സ് ഇടുമ്പോൾ ഒരുപക്ഷെ പഴയതുപോലെ ആയാലോ എന്ന് ചിന്തിച്ച് ആഗ്രഹിച്ചാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് നോക്കിയത്. പക്ഷെ ഇപ്പോഴും ഞാൻ ഈ ഡ്രസ്സിൽ ഭയങ്കര അൺകംഫർട്ടാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. സ്റ്റുഡൻറ് കൗൺസിൽ മെമ്പേഴ്സ് എല്ലാവരും ഞാനിപ്പോൾ നേടുന്ന അപമാനം അത് മാറ്റിയെടുക്കാനും എന്നെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാനും ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പഴയ ആവരി അത് തിരിച്ചു വന്നിട്ടില്ല എങ്കിൽ വലിയ അപകടമാണ്. സോ എങ്ങനെയെങ്കിലും ആ ആവരിയെ തിരികെ കൊണ്ടുവരണം. പക്ഷെ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് അതിനെ കൊണ്ട് കഴിയുന്നില്ല. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. എനിക്കടക്കം നമ്മുടെ ടീമിലുള്ള ആർക്കും ഇപ്പൊ തല ഉയർത്തി നടക്കാനായിട്ട് കഴിയുന്നില്ല. സോ ഞാൻ ഈ പ്രസിഡന്റ് സ്ഥാനം അത് റിസൈൻ ചെയ്ത് സ്കൂളിൽ തന്നെ വെറും ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആയിട്ടിരിക്കാനാണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത്. നീ മാത്രം എന്റെ കൂടെ ഉണ്ടായാൽ മതി, ഞാൻ ഹാപ്പി ആയിരിക്കും. അതിന് ഹീറോ, ഒരിക്കലുമില്ല, എന്നെ കൊണ്ട് അതിന് പറ്റില്ല. ഇത് നിന്റെ വെറും ആശ മാത്രമാണ്. നിന്റെ ലക്ഷ്യം ഇതല്ല. നിന്റെ ലക്ഷ്യത്തിൽ നിന്ന് നീ ഒരിക്കലും മാറി ചിന്തിക്കരുത്. ഈ കാര്യം നീ തന്നെയാണ് മുൻപ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു കാരണവശാലും നീ നിന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഡൈവേർട്ടായി പോവാൻ ഞാൻ അനുവദിക്കില്ല. നിന്റെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആശകൾക്ക് വേണ്ടി നിന്റെ ആഗ്രഹത്തെ നീ വിട്ടുകൊടുക്കാൻ പാടില്ല. നീ സ്ട്രോങ് ആയിട്ടില്ലെങ്കിലും നിന്നെ കൊണ്ട് സ്ട്രോങ് ആവാൻ ശ്രമിക്കാനായിട്ട് പറ്റും. മാത്രമല്ല, റിയൽ ആമരി അത് നീ തന്നെയാണ്. സത്യത്തെ ഒരിക്കലും ആർക്കും ഒരുപാട് കാലം മോടി വെക്കാനായിട്ട് കഴിയില്ല. ഒരു കാരണവശാലും നീ നിന്റെ പാതയിൽ നിന്ന് വഴിതെറ്റി പോവരുത്. ഈ കരുതും പോലെ സ്റ്റുഡന്റ് കൗൺസിലുള്ള മെമ്പേഴ്സ് ആരും നിന്റെ റൂൾസിനെ അല്ല, മറിച്ച് നിന്നെയാണ് ബഹുമാനിക്കുന്നത്. നീ പഴയതുപോലെ അല്ലെങ്കിലും അവർക്ക് നിന്നെ അറിയാം. വിട്ടുകൊടുക്കാത്ത ആ വാശിയുള്ള മനസ്സ്, അതാണ് നിനക്കിപ്പോൾ ആവശ്യം. തീർച്ചയായിട്ടും നിനക്ക് പഴയ ആവരിയെ മാറാൻ കഴിയുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആവരിയുടെ മുഖത്ത് തൊടും. അതിനാവരി ഷോക്കായിട്ട് അങ്ങനെ അവന്റെ കൈ തട്ടി മാറ്റുകയാണ്. ഹീറോ ആണെങ്കിൽ അവളോട് സോറി പറയും. അത് കുഴപ്പമില്ല, ഞാൻ അറിയാതെ റിയാക്ട് ചെയ്തതാണെന്ന് പറഞ്ഞ് അവളിപ്പോ അവന്റെ കയ്യിൽ തൊടുകയാണ്. തീർച്ചയായിട്ടും നീ പറഞ്ഞതുപോലെ തന്നെ എന്നെ കൊണ്ട് പറ്റും പോലെ പഴയ ആവരിയാവാൻ ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടുന്ന് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ആസും നമ്മുടെ പച്ചമുടി പെണ്ണും അവർ രണ്ടുപേരും ഹീറോ പറഞ്ഞതനുസരിച്ച് എങ്ങനെ നമ്മുടെ ആവരി പെണ്ണിനെ പഴയതുപോലെ ആക്കി മാറ്റാം എന്ന് കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കുകയാണ്. പച്ചമുടി പെണ്ണാണെങ്കിൽ തറയിലൂടെ എഴഞ്ഞൊക്കെ എന്തൊക്കെയോ ചിന്തിക്കും. ആസിനാണെങ്കിൽ അതൊക്കെ കണ്ട് ഒരുപാട് ദേഷ്യമാവും. അവള് പറയും, എനിക്ക് ആവരിയോട് ഇങ്ങനെ ചെയ്തവരെ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, ഞങ്ങളുടെ ഗെയിം മോഷ്ടിച്ച വേറൊരുത്തനുണ്ട്, അവനെയും എനിക്ക് കണ്ടുപിടിക്കണം. ഞങ്ങളുടെ കയ്യിൽ ഒരു അടിപൊളി ഫ്ലേർട്ടിംഗ് ഗെയിം ഉണ്ടായിരുന്നു, അതാണ് അവൻ അടിച്ചു മാറ്റിയത്. അതിന് ആസ് പറയും, ഞങ്ങളുടെ ടീമിലും ചില സാധനങ്ങളൊക്കെ കാണാതെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിനെല്ലാം പിന്നിൽ ഒരാളായിരിക്കും എന്നാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ എല്ലാവരും കാത്തിരുന്ന ടീച്ചേഴ്സ്, കുട്ടികൾ, അങ്ങനെ എല്ലാവരും വോട്ട് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. തേർഡ് ക്ലാസ് ബാറ്റിലേഴ്സ് ആണ് ആ ഒരു വോട്ടിംഗ് അതിപ്പോ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. വോട്ടിങ്ങിന് മുൻപായിട്ട് ഇപ്പൊ രണ്ട് കാൻഡിഡേറ്റ്സിനോട് സംസാരിക്കാനായിട്ട് അവസരം കൊടുക്കുകയാണ്. ആദ്യം ആ റോമിയോ ആയിരിക്കും സംസാരിക്കുക. അവന്റെ ഡിഫറെന്റ് പവർ ഉപയോഗിച്ച് അവരെ എല്ലാവരെയും ഇംപ്രസ്ഡ് ആക്കി ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഹീറോ അവന്റെ മനസ്സിൽ ആ റിംഗ് ബീസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും അങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കുക. അവളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തിരിക്കുന്ന ആ ഒരു ത്രെഡ് അതേതെങ്കിലും നല്ലൊരു ട്രിഗർ കിട്ടിയ ഉറപ്പായാലും ബ്രേക്കായി അവളുടെ റിയൽ നേച്ചർ പുറത്തു വരും. ഇവിടെ റോണാവയാണെങ്കിൽ ഗംഭീരം പാട്ടൊക്കെ പാടും. ഞാൻ നിങ്ങളുടെ സ്റ്റുഡൻറ് കൗൺസിൽ ഹെഡ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. എക്സാംസ്, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വർക്ക് അതൊക്കെ എടുത്തു മാറ്റുമെന്ന് പറഞ്ഞ് അവൻ പാട്ടൊക്കെ പാടി അവിടെയുള്ള എല്ലാവരെയും ഇംപ്രസ് ചെയ്യും. അത് കേട്ട് കുട്ടികൾ അവൻ്റെ പേര് വിളിച്ച് ചെയ് വിളിക്കും. അവൻ്റെ സ്പീച്ചൊക്കെ കേട്ട് സ്റ്റുഡൻറ് കൗൺസിൽ മെമ്പേഴ്സ് എല്ലാവരും പേടിക്കാനായിട്ട് തുടങ്ങും. അവരുടെ ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി വരും. അടുത്തതായിട്ട് നമ്മുടെ ആവരി, അവളാണെങ്കിൽ എഴുതി തയ്യാറാക്കിയ ഒരു സ്പീച്ച് അത് പതിഞ്ഞ ശബ്ദത്തിൽ വായിക്കാൻ തുടങ്ങും. കുട്ടികളെല്ലാവരും ഇപ്പോഴും റോണവയുടെ പേര് തന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. അവളാണെങ്കിൽ ഒരു സെക്കൻഡ് ഇപ്പൊ തല ഉയർത്തി നോക്കും. അവരുടെ ബഹളമൊക്കെ കേട്ട് അവൾ അങ്ങനെ കണ്ണടച്ച് ഇപ്പൊ ഉച്ചത്തിൽ പറയും, ഈ പാബ്ലസ് സ്കൂള് അത് നമ്പർ 1 ആക്കാനാണ് ഞാൻ കഷ്ടപ്പെട്ട് ഈ പ്രസിഡന്റ് സ്ഥാനം വരെ എത്തിയത്. ഇതൊരു സ്കൂളാണ്, അല്ലാതെ എന്റർടൈൻമെന്റ് പാർക്കല്ല. സോ ഒരു കാരണവശാലും ഇവിടെ
സ്റ്റഡീസിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ മറ്റൊരു കാര്യത്തിനെ എൻകറേജ് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, അതിനറിവ് ആവശ്യമാണ്. അത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടൂ. ഈ സ്കൂളിൽ പഠിക്കുന്ന നിങ്ങളെ എല്ലാവരെയും നമ്പർ 1 ആക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അവൾ വിളിച്ചു പറയും. അത് കേട്ട് സ്റ്റുഡൻസ് ഇംപ്രസ്ഡ് ആയി ഈ പാവരിയുടെ പേര് അത് വിളിച്ചു പറയാനായിട്ട് തുടങ്ങും. ആവരിയാണെങ്കിൽ ഷോക്കാവും. അവൾക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാതെ വണ്ടർ അടിക്കും. ബാക്കിയുള്ള ചില സ്റ്റുഡൻസ് അവർ നോർമൽ ആയതിൽ സന്തോഷിക്കും. റോണവേ ആണെങ്കിൽ അത് കണ്ട് ബോധം കെട്ട് താഴെ വീഴും. സ്റ്റുഡന്റ് കൗൺസിൽ മെമ്പേഴ്സിന് ഭയങ്കര സന്തോഷം. കാരണം ആവരി അവൾ തിരികെ എത്തിയിരിക്കുകയാണ്. ആവരി കണ്ണു തുറന്ന് ദൂരത്തേക്ക് നോക്കും. അപ്പൊ ദൂരത്തായിട്ടൊരു വെളിച്ചം. അത് മറ്റൊന്നുമല്ല, സാക്ഷാൽ നമ്മുടെ ഹീറോ. അവൾക്കിപ്പോ ഹീറോയോട് പതിയെ പതിയെ പ്രണയം തുടങ്ങിയിരിക്കുകയാണ്. ഞാനിതെങ്ങനെ അവനോട് പറയുന്നു ചിന്തിച്ച് അവൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അവിടെ സീൻ കട്ട് ചെയ്ത് അല്പസമയം കഴിഞ്ഞ് ഇപ്പൊ സ്റ്റുഡന്റ് കൗൺസിൽ ടീമിലെ മെമ്പേഴ്സിനെ കാണിക്കും. അവരാണെങ്കിൽ റോണാവിനെ എന്ത് ചെയ്യും എന്നായിരിക്കും ഇപ്പൊ ആലോചിക്കുക. അടുത്ത നിമിഷം ഹീറോയും നമ്മുടെ പച്ചമുടി പെണ്ണും ആസും അവർ 3 പേരും യഥാർത്ഥ പ്രതിയെ അവിടേക്ക് തൂക്കിയെടുത്ത് കൊണ്ടുവരികയാണ്. അവൻ വേറൊരു ബാറ്റ്ലേഴ്സ് ടീമിൽ ചേർന്ന ഒരു മെമ്പറാണ്. ആക്ച്വലി ഇവൻ ആസിന്റെയും പച്ചമുടി പെണ്ണിന്റെയും ടീമിലുണ്ടായിരുന്ന ഒരുപാട് സാധനങ്ങൾ അടിച്ചു മാറ്റി ഒരു പ്രത്യേക തരത്തിലുള്ള പെർഫ്യൂം അതുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആസ് ആണെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പൊ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങും. അവൻ ആക്ച്വലി ഞങ്ങളുടെ നിന്ന് കളക്ട് ചെയ്ത സാധനം എല്ലാം ഉപയോഗിച്ച് ഒരു സ്പ്രേ ഉണ്ടാക്കുമായിരുന്നു. അതേ സ്പ്രേ ഉപയോഗിച്ചാണ് അവൻ ആവരി മാഡത്തിനെ ഇങ്ങനെ ചേഞ്ച് ചെയ്തത്. വീണ്ടും വീണ്ടും ആവരി മാഡത്തെ അതേ രൂപത്തിൽ അതേ സ്വഭാവത്തിൽ തന്നെ നിലനിർത്താൻ അവൻ വീണ്ടും ആ സ്പ്രേ ഉണ്ടാക്കുമ്പോഴാണ് ഞാനും ക്ലാര പെണ്ണും ചേർന്ന് അവനെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത്. സ്റ്റുഡന്റ് കൗൺസിൽ ടീമിനാണെങ്കിൽ ഇത് കേട്ട് കാലിയളകും. അവരെല്ലാവരും ചേർന്ന് ഫുൾ കരുപ്പിൽ അവനെ എടുത്തിട്ടിടിച്ച് കൈകാര്യം ചെയ്യും. അതിനുശേഷം ഈ സത്യങ്ങളെല്ലാം എല്ലാവരുടെയും മുൻപിൽ തുറന്നു പറയാൻ അവനോട് പറയും. അവനാണെങ്കിൽ കൈ തട്ടി മാറ്റി ദേഷ്യപ്പെട്ട് പറയും, ആക്ച്വലി നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാൻ ആവരിയുടെ വലിയൊരു ഫാനാണ്. അവളുടെ ഈ റഫ് നേച്ചർ അത് മാത്രമേ അവൾക്ക് ചെറിയൊരു നെഗറ്റീവ് ആയിട്ടുള്ളൂ. സോ അതൊന്ന് മാറി അവളെ ഗേളിഷ് ആയിട്ടൊന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്. വോട്ടിംഗ് ടൈമിൽ പോലും ഞാൻ അവൾക്കാണ് വോട്ട് ചെയ്തത്. ആവരിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇപ്പോൾ അവന് പണിഷ്മെന്റ് കൊടുക്കും. അതിനുശേഷം റെയ്വനോട് പറയും, നിന്റെ ചില ഐഡിയാസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ സ്റ്റുഡന്റ് കൗൺസിൽ ടീമിൽ നീ ആപ്റ്റാണ്, നിനക്ക് ഓക്കെ ആണെങ്കിൽ ഈ ഒരു ടീമിൽ നിനക്കും മെമ്പർ ആവാം. അവനാണെങ്കിൽ അത് കേട്ട് ഭയങ്കരമായിട്ട് സന്തോഷമായി. അവൻ ടീമിൽ അപ്പം തന്നെ ഒരു മെമ്പർ ആവും. അതിനുശേഷം അവര് ഹീറോയോട് പറയും, നീയും ഇപ്പൊ നിന്റെ ട്രെയിനിങ് പീരീഡ് പൂർത്തിയാക്കി, നിന്റെ പെർഫോമൻസ് അടിപൊളിയാണ്, നിനക്ക് വേണമെങ്കിൽ ഈ ടീമിൽ തുടരാം, അല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് പോലെ ആ പഴയ ടീം അത് വീണ്ടും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ചോയ്സ് അത് നിന്റേതാണ്. പിന്നെ ഹീറോ പറയും, ഈ ഒരു ടീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ ലക്ഷ്യം അത് മാജിക്കൽ ലബോറട്ടറി ടീം അതിനെ വളർത്തിക്കൊണ്ടുവരണം എന്നതാണ്. അതിനവള് ഓക്കെ പറഞ്ഞ് ആ ടീമിന് അപ്രൂവൽ കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി ഒരു സെൽഫി ഒക്കെ എടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആവരി അവള് പഴയതുപോലെ തന്നെ സ്ട്രോങ് ആൻഡ് സ്ട്രിക്റ്റ് ആവും. ഹീറോയ്ക്കാണെങ്കിൽ ആഗ്രഹിച്ച അവന്റെ ടീം തിരികെ കിട്ടി. മാത്രമല്ല കുറെ കാലത്തിന് ശേഷം അവൻ ഗ്രാൻഡ് പേ കണ്ടു. അവൻ ഫോണിലൂടെ ആവരിയോട് സംസാരിച്ച് അവനെ കൊണ്ട് പറ്റും പോലെ അവളെ ബൂസ്റ്റ് ചെയ്ത് സമാധാനിപ്പിക്കും. ഉടനെ ആ ബീസ്റ്റ് പുറത്തേക്ക് വരികയാണ്. അത് പറയും, നിന്റെ ഗേൾ ഫ്രണ്ട് അവൾ എങ്ങനെയാണ് ട്രിഗറായി നോർമലായെന്ന് നിനക്കറിയണ്ടേ. അതിന് ഹീറോ അവൻ ദേഷ്യപ്പെട്ട് പറയും, അവൾ എൻ്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ല. ഉടനെ ആ ബീസ്റ്റ് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പച്ചമുടി പെണ്ണ് ക്ലാര അവളാണോ നിന്റെ ഗേൾ ഫ്രണ്ട്? അതിന് ഹീറോ പറയും, അവർ രണ്ടുപേരും എന്റെ ഗേൾ ഫ്രണ്ട് അല്ല, സ്റ്റിൽ നൗ ഞാൻ സിംഗിൾ ആണ്. അതേ സമയമാണെങ്കിൽ ഇവിടെ ആവരി അവൾക്കാണെങ്കിൽ എന്തൊക്കെയോ വല്ലാത്തൊരു ഫീലിങ്സ്. അവള് ഹീറോയുടെ ഫോണിൽ സംസാരിച്ചപ്പോൾ എന്തൊക്കെയോ ചില വ്യത്യാസങ്ങൾ അവൾക്ക് തോന്നി. ഹാർട്ട് ബീറ്റ് കൂടുതലായി ബീറ്റ് ചെയ്തതുപോലെ, അവനോട് സംസാരിക്കുമ്പോൾ അവൾ കൂടുതൽ ഷൈ ആവുന്നത് പോലെ, അങ്ങനെ എന്തൊക്കെയോ ഒരു ഫീല്. അവൾ ആ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഇപ്പൊ ഹീറോയെ നോക്കും. എനിക്കിപ്പോ മറ്റൊരു ആംബിഷൻ കൂടെ ഉണ്ട്, ഇനി ആ ഒരു ആംബിഷൻ അതും അച്ചീവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും എന്നവൾ ചിന്തിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.